ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു. അപ്പോൾ ഒബേദ് എന്ന പുത്രൻ രൂത്തിൽ കൂടി ബോവസ് എന്ന യഹൂദ പ്രഭുവിന് ജനിച്ചതായി നാം വംശാവലി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. തലമുറകളെ കുറിച്ചാണ്. ഓരോ തലമുറകളെയും ദൈവം എന്തിനു തെരഞ്ഞെടുത്തു, അവരുടെ ജീവിതം എന്തായിരുന്നു, ദൈവത്തിന് എന്തുകൊണ്ട് അവരോട് പ്രീതി തോന്നി, എന്തുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിന്റെ മുന്നോടിയായി ആ വംശാവലിയിലേക്ക്, ആ തലമുറകളേക്ക് ഇവരെ കൊണ്ടു, എന്താണ് ആ തെരഞ്ഞെടുപ്പിന്റെ പിന്നുള്ള കാര്യം. ഇതൊക്കെയാണ് നമ്മൾ ഈ തലമുറകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അതായത് അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകളും, ബാബേൽ പ്രവാസം തീരുന്നത് വരെയും, അല്ലെങ്കിൽ ക്രിസ്തു വരെയും 28 തലമുറകൾ ആയിരുന്നുവെന്ന് നമുക്ക് കാണുവാനൊക്കെ കഴിയുന്നു. അപ്പോൾ നമ്മളിവിടെ ബോവസിൽ കൂടി ജനിക്കുന്ന പൈതലിന്റെ അടുക്കൽ എത്തി നിൽക്കുകയാണ്. രൂത്തിനെ കുറിച്ച് കഴിഞ്ഞ സ്നേഹ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു. മോവാബ് ദേശക്കാരിയായിരുന്നു. അതിനെ കുറിച്ച് പറയുമ്പോൾ മോവാബ്യർ ലോത്തിന്റെ തലമുറകൾ, പിൻതലമുറകൾ. ജോത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ദോഷകരമായ അനുഭവത്തിൽ ദൈവത്തിന് കോപം വന്നിട്ട് പറഞ്ഞു, മോവാബ് ഒരിക്കലും, അമ്മോന്യരും മോവാബ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 10 തലമുറകളും ദേവാലയത്തിന്റെ പരിസരത്ത് കണ്ടുപോകുന്നു. ശാപഗ്രസ്തമാണ്. ഞാൻ വസിക്കുന്ന ദേവാലയത്തിന്റെ അടുക്കൽ പോലും എത്താൻ ഇവർ പാടില്ല എന്ന് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നിടത്ത് മോവാബ് സ്ത്രീയായിരിക്കുന്ന രൂത്ത് ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണുവാൻ. അല്ലെങ്കിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ചെറുതായ ബേത്ലഹേം എന്ന പ്രവാചകൻ ബേത്ലഹേമിനെ കുറിച്ച്, എങ്കിലും എന്നെ മേയ്പ്പാനുള്ള ഇസ്രായേലിന്റെ തലവൻ നിന്നിൽ നിന്ന്, ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് തിരുവെഴുത്ത് ഹെരോദാവ് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ബേത്ലഹേമിൽ നടക്കാൻ സാധ്യതയുണ്ടോ, ക്രിസ്തു രാജാതിരാജാവ് രക്ഷകൻ ജനിപ്പാൻ സാധ്യതയുണ്ടോ എന്ന് വിദ്വാൻമാർ ഹെരോദാവിന്റെ അരമനയിൽ തെറ്റായി വന്നു ചേരുമ്പോൾ ചോദിച്ച് ചെക്ക് ചെയ്യുമ്പോൾ, തിരുവെഴുത്തെടുത്തിട്ട് ശാസ്ത്രിമാർ അതിനെ അവന് വിവേചിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു തിരുവെഴുത്ത് കാണുന്നുണ്ട്: ബേത്ലഹേം എഫ്രാത്ത് എന്നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതെങ്കിലും എന്നെ മേയ്പ്പാനുള്ള ഇസ്രയേലിന്റെ തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു. ക്രിസ്തുവിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഹെരോദാവിന് മനസ്സിലായി, യെസ്, ജനിച്ചിരിക്കുന്നു, ക്രിസ്തു ജനിച്ചിരിക്കുന്നു, എന്റെ രാജ്യത്തിന് തടസ്സമാണ്. അങ്ങനെയാണ് 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെല്ലാം കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ആ തിരുവെഴുത്ത് മുഖാന്തരമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രൂത്ത് നവോമിയോട് പറഞ്ഞു. നവോമി ഒരുപാട് നിരുത്സാഹപ്പെടുത്തി, കുഞ്ഞെ, ഞാൻ എന്റെ ജീവിതം മുഴുവൻ കയ്പ, എനിക്ക് ജീവിതത്തിൽ മുഴുവൻ നഷ്ടമാണ്, നീ എന്റെ കൂടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അവളുടെ കൂടെ അല്ല വന്നത്, അവൾ സേവിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുവാനാണ് അവൾ വന്നിരിക്കുന്നത്. കാരണം അവൾ പറയുന്ന ഒരു വാക്കുണ്ട് ഇങ്ങനെ, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം. കാരണം ഈ മാതാവ് ബലഹീനയായിരിക്കുന്നു, ഈ മാതാവ് വിധവയായിരിക്കുന്നു. എനിക്ക് ഭർത്താവ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആ മാതാവിന് ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആൺമക്കളും നഷ്ടപ്പെട്ടു. ഒരിക്കലും ഞാൻ അവരെ വിട്ടുകളഞ്ഞാൽ അത് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുമ്പിൽ അനീതിയായി തീരും. എന്നെ ദൈവം, ഒരുപക്ഷെ ഞാൻ ത്യജിക്കപ്പെട്ടതായിരുന്നു, എനിക്ക് 10 തലമുറ വരെ ഇസ്രായേൽ ദൈവത്തിന്റെ ആലയത്തിന്റെ അടുക്കൽ പോലും കടക്കുവാൻ എനിക്ക് അനുവാദമില്ലാത്തവളായിരിക്കും. പക്ഷെ ഞാനൊന്ന് വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ വിശ്വാസം അതേപോലെ നിർത്തിക്കൊണ്ട് ഞാൻ ബേത്ലഹേമിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് അമ്മാവിയമ്മയോടൊപ്പോൾ കടന്ന് ഭാഗ്യവശാൽ അവൾ വീണ്ടെടുക്കുവാനിരിക്കുന്ന ബോവസിന്റെ വയലിലേക്ക് അവൾ കടന്നു വരുവാണ്ട്. അപ്പൊ ബോവസിന്റെ വയലിലേക്ക്, അപ്പോൾ ഈ ബേത്ലഹേം മുഴുവൻ ഇളകി മറിഞ്ഞു. ബോവസ് ഉൾപ്പെടെയുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും മനസ്സിലായി, നവോമി മടങ്ങി വന്നിരിക്കുന്നു, നവോമിയുടെ മക്കളും ഭർത്താവും ഒക്കെ മരിച്ചിരിക്കുന്നു, നവാമിക്ക് ഒരു മരുമകളുണ്ട്. അപ്പോൾ ഈ ബോവസ് ഇവനെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ അടുത്തൊരു ചാർച്ചക്കാരൻ ഇവളെ വീണ്ടെടുക്കുവാൻ ഉണ്ടെന്ന് ബോവസിന് അറിയാമായിരുന്നു. അപ്പോൾ തന്നെ ബോവസ് വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, അവൻ വീണ്ടെടുക്കും. കാരണം ഇവൾ മോവാബി സ്ത്രീയാണ്, ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു കുലത്തിലും ഗോത്രത്തിലും പെട്ടവളാണ്. ഇവളെ ഞാൻ എങ്ങനെയാണ് വീണ്ടെടുക്കുക? ഞാൻ യഹൂദയുടെ ഒരു പ്രഭുവാണ്, കോടാകോടി സമ്പത്തുള്ള ഒരാളാണ്. ഞാൻ ഈ വൈദ്യവ്യം പേര് നടക്കുന്ന ഈ സ്ത്രീയെ, അല്ലെങ്കിൽ ത്യജിക്കപ്പെട്ട സകലവും നഷ്ടമാക്കിയ ഈ സ്ത്രീയെ, ഇറങ്ങിപ്പോയി പിന്മാറ്റത്തിൽ പോയി സകലവും നഷ്ടപ്പെട്ടു, നമ്മളൊക്കെ പറയുന്ന പോലെ, അവരങ്ങ് പിന്മാറ്റത്തിൽ പോയി, സകലവും ദൈവത്തിന്റെ കോപമൊക്കെ അവരുടെ മേലായി, അതുകൊണ്ട് നമ്മളവരുമായിട്ട് ബന്ധമൊന്നും പെടില്ല, നമ്മൾ ബന്ധപ്പെടല്ല. ഏത് പിന്മാറ്റത്തിൽ പോയാലും അവരെ വീണ്ടും സത്യത്തിലേക്ക് മടക്കി വരുത്തുവാനുള്ള കടമയും കർത്തവ്യം ഒക്കെയാ നമ്മളുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്നത്. സഹോദരിമാരുടെ മേലും സഹോദരൻ, ഏതെങ്കിലും ഒരു സഹോദരി പിന്മാറ്റത്തിലേക്ക്, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലുള്ള വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഞായറാഴ്ച അവർ ആലയത്തിലേക്ക് വരും,
പക്ഷെ അവരുടെ ജീവിതവും ആമീൻ ഒരു മനസ്സുകൊണ്ട് ദൈവത്തോട് അടുത്തല്ല ജീവിക്കുന്നെന്ന് ബോധ്യമായ അവരെ വിട്ടിട്ട് പോകുവാനല്ല. അത് വഴിയകൾ ശമരിയാക്കാരൻ അവനെ കൊല്ലപ്പെടുന്നവന് മരണാസന്നനായി എരീഹോവിന്റെ വഴിയരിയിൽ കിടന്ന പാവപ്പെട്ടവനെ കണ്ടിട്ട് മറികടന്നു പോകുന്ന ലേവ്യന്റെയും പുരോഹിതന്റെയും പ്രവൃത്തിയായി തീരും. ശമരിയക്കാരൻ വന്നിട്ട് മുറിവുകളെ കെട്ടി അവനെ സത്രത്തിൽ ഏൽപ്പിച്ച് ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ച് പണവും കൊടുത്തതുപോലെ അങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുക്കൽ നമുക്കറിവുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ കടന്നുപോയി നിശ്ചയമായും കർത്താവിനെ കുറിച്ചുള്ള വിശ്വാസത്തോടുള്ളിൽ പമ്പ് ചെയ്തവരെ വീണ്ടും ജീവിതത്തിലേക്കും ദൈവകൃപയിലേക്കും മടക്കി വരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കൊക്കെയാണ്. അപ്പോൾ ബോവസ് ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ ചിന്തിച്ചെന്ന് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചിന്ത ഞാൻ പറയുകയാണ്. ഇവൾ വൈദവ്യമാണ്. ഇവൾ ശപിക്കപ്പെട്ട ഒരു കുടുംബത്തിലും ജാതിയിലും വംശത്തിലും പെട്ടതാണ്. എല്ലാവർക്കും അറിയാവുന്ന. എനിക്കൊരിക്കലും എൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഇവളെ എനിക്ക് ഭാര്യയായി സ്വീകരിക്കാൻ എനിക്ക് പറ്റുകയില്ല. അങ്ങനെയാണ് അടുത്ത ചാർച്ചക്കാരനാണെങ്കിൽ വേറൊരു യൗവനക്കാരൻ ഉണ്ടായിരുന്നു. അവന്റെ അടുക്കൽ ഗ്രാമത്തിലെ പൂപ്പന്മാരെ വിട്ടു. ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ബേത്ലഹേമിലെ ഭരണകർത്താക്കളായിരിക്കുന്ന മൂപ്പന്മാരുണ്ട്. അവരെ വിട്ടിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വീണ്ടെടുപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നിർബന്ധമൊന്നുമില്ല, വീണ്ടെടുപ്പാൻ മനസ്സില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ തെറ്റും. വീണ്ടെടുക്കുവാൻ മനസ്സുള്ളവനവനെ വീണ്ടെടുക്കണം. ആമീസൂത്ര അവൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പക്ഷെ പറ്റണമെന്നുള്ളതോ അല്ലെങ്കിൽ ദൈവകോപവും ദൈവക്രോധവും ആ വ്യക്തിയുടെ വീണതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹൂദയുടെ സന്തതിയായിരുന്ന ഏനാനെ ദൈവം വധിച്ചതിന്റെ കാരണം തന്റെ സഹോദരന്റെ ഭാര്യ വീണ്ടെടുപ്പാൻ അവന് മനസ്സില്ലാതിരുന്നുകൊണ്ട് അവൻ കൊല്ലപ്പെട്ടു എന്ന് കാണുവാൻ. അപ്പൊ ദൈവിക ന്യായപ്രമാണത്തിന് വിരുദ്ധമാണ്. പക്ഷെ അവൻ ഒഴിഞ്ഞു മാറിപ്പോയി. ദൈവം വെച്ചിരുന്നത് അവന് വേണ്ടിയല്ല, ഇവന് വേണ്ടിയിട്ടാണ്. സ്വത്രം വെച്ചിരുന്നത് ബോവസിന്റെ ഭാര്യയായി തീരുവാനാണ് രൂത്തിനെ ദൈവം വെച്ചിരുന്നത്. അവനല്ല, തിരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തനും ഒരുത്തിക്കും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടുണ്ട്. അത് ചില വിവാഹബന്ധങ്ങൾ തലമുറകളുടെ പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില ആലോചനകൾ മാറിപ്പോയത് കൊണ്ട് വിഷമത്തോടും സങ്കടത്തോടും ആയിരിക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, അവളെ വെച്ചിരിക്കുന്നത് അവന് വേണ്ടിയല്ല. അവളും അവനുമായിട്ടല്ല ചേരേണ്ടത്. അവളെ വെച്ചിരിക്കുന്നത് അവനിലും ശ്രേഷ്ഠനും കാര്യപ്രാപ്തി ഉള്ളവനും ദൈവകൃപയുള്ളവനുമായിരിക്കുന്നത് വേറൊരു യൗവനക്കാരന് വേണ്ടിയാണ് ദൈവം അവളെ ഒരുക്കിയിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനിടയാകട്ടെ. അങ്ങനെ പിന്നത്തേതിൽ ആ ഉത്തരവാദിത്വം ആളിലേക്ക് വന്നു, ബോവസിലേക്ക്. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്, ബോസ് ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും. എന്തിനാ കർത്താവെ ഇങ്ങനെ? ഈ സഹോദരി കുഴപ്പമില്ല, അവൾ നല്ല മാതൃകയാണ് കാണിക്കുന്നത്. അവനത് പറയുന്നുണ്ട്, വേലക്കാരോടോ മറ്റുള്ളവരോടോ ഒന്നും കൊഞ്ചിക്കൊഴയുവാൻ ഇടയാകാതെ ശാന്തമായി സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ട് ആമീസൂത്ര കറ്റകളിൽ നൂർന്നു വീഴുന്ന ഓരോ ചെറിയ കതിർമണികളും ആമീസൂത്രം പെറുക്കി അമ്മാവിയമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത് താനും ഭക്ഷണം കഴിച്ച് കാലം കഴിഞ്ഞു പോകുമ്പോൾ ആമീസൂത്രം ബോവസ് പറഞ്ഞ്, കറ്റകളിൽ നിന്ന് ചില കതിരുകൾ നിങ്ങൾ മനഃപൂർവ്വമായി ആമീസൂത്രം ആ പെൺകുട്ടിക്ക് വേണ്ടി ഇട്ട് കൊടുക്കണം. കാരണം അവരുടെ കുടുംബത്തിൽ വലിയ പട്ടിണിയാണ്, എൻ്റെ ബന്ധത്തിൽപ്പെട്ടതാണ് എന്ന് കൊയ്ത്തിന്റെ മേലാളന്മാരോട് പറഞ്ഞ് അങ്ങനെ വലിച്ചിട്ട് കൊടുക്കുവാനൊക്കെ ഇടയായി. പിന്നത്തേതിൽ അവന് മനസ്സിലായി, ഇനി ഇവൾക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ടെങ്കിൽ. അവന്റെ ഹൃദയത്തിൽ ചിന്താക്കുഴപ്പമുണ്ടായിക്കണം. യൗവനക്കാരനാണ്, എനിക്ക് നല്ലൊരു ബന്ധം കിട്ടും, നല്ല ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നല്ല പ്രഭു കുടുംബത്തിൽ നിന്ന് ഏറ്റവും നല്ലൊരു പെൺകുട്ടിക്ക് രാജകുമാരിയുടെ വിവാഹം നടക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് അവനോട് ഇങ്ങനെ ഒരു വശം സംസാരിച്ച് കാണും, ബോസേ, നീ ഒരു നിമിഷം ഒന്ന് നിന്റെ അപ്പനായിരിക്കുന്ന സൽമോനോട് നീ ചോദിക്കേ, അവന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ അമ്മ ആരായി? ബോസിന്റെ ഹൃദയത്തിൽ എപ്പോഴും പരിശുദ്ധാത്മാവ് ഒരു പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത കൊടുക്കും, നിന്റെ അമ്മ ആരാണ്? നിന്റെ അപ്പൻ നിന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? ബോസിന്റെ ഹൃദയത്തിൽ ചിന്താക്കുഴപ്പമുണ്ട്. തന്റെ അമ്മയുടെ ജീവിതചരിത്രം മനസ്സിലാക്കുന്ന ബോവസ് സ്വത്രം അമ്മയെക്കാൾ എത്രയോ ശ്രേഷ്ഠയാണ് ഈ സഹോദരി രൂത്ത്. അങ്ങനെ ഒരു ദിവസം അവൻ കിടന്നുറങ്ങുമ്പോൾ അവന്റെ കാൽക്കൽ പോയി അഭയം തേടി, അവന്റെ പുതപ്പ് മാറ്റി അവന്റെ കാൽക്കൽ കിടന്നു. അവന്റെ എന്ന് പറഞ്ഞ അവന്റെ കാൽക്കൽ അഭയം തേടി. അവൾ പറയുന്നത്, പൂർണ്ണ സമ്മതത്തോട് അവൾ പറയുന്നത്, എന്റെ വീണ്ടെടുപ്പുകാരൻ നീയാണ്, നീ അല്ലാതെ എനിക്കൊരു സഹായകനില്ല, എന്നെ നീ വീണ്ടെടുക്കണമേ എന്നുള്ള അപേക്ഷയാണ്, വാക്കും ഭാഷണവും കൂടാതെ. സ്വത്രം അവനത് മനസ്സിലായിക്കൊണ്ട് സ്വത്രം പിറ്റേ ദിവസം തന്നെ പട്ടണത്തിലെ മൂപ്പന്മാരെയും ഗോത്രപിതാക്കന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, സ്വത്രം നവോമിയുടെ മകരമകളായിരിക്കുന്ന രൂത്തിനെ വീണ്ടെടുക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അവളെ വീണ്ടെടുത്ത് അവളെ വിവാഹം കഴിച്ച് ഒഫീഷ്യൽ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ
എനിക്ക് മനസ്സെന്ന് പട്ടണ മൂപ്പന്മാരുടെ മുമ്പിൽ പറയും. ആഘോഷമായ രാജകീയമായ രീതിയിൽ രൂത്ത് എന്ന കയ്പ് നീരിന്റെ വിവാഹം നടക്കുകയും യവ കൂമ്പാരങ്ങൾ കാലവിറക്കി നടന്നവളെ യവ കൂമ്പാരങ്ങൾക്ക് ആമീസുത്രയുടെ വിശ്വാസഗീതം, അതായത് അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിന്റെ ദൈവം എന്റെ ദൈവമാണ്, നിന്റെ ജനം എന്റെ ജനമാണ്. ദൈവത്തിലുള്ള അവളുടെ വിശ്വാസം മൂലം ആമീൻ ഒന്നുമില്ലായ്മ സീറോയിൽ നിന്ന് 100ലേക്ക് ദൈവങ്ങളെ ഉയർത്തി. ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ നിന്റെ കുലം ഏതാണ്, നീ എത്ര ശാപഗ്രസ്തമായി തീർന്ന അനുഭവത്തിലായാലും നീ വിശ്വസിച്ചാൽ ആ ശാപത്തിൽ നിന്നെ വിടുവിച്ച് വിശുദ്ധിയിലേക്ക് നടത്തുകയും സീറോയിൽ നിന്ന് നിന്നെ 100ആക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെയാണ് ഇശായിയുടെ അപ്പനായിരിക്കുന്ന ഓബേദിനെ രൂത്ത് ജനിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം വിശ്വസ്തൻ, നമുക്കും വിശ്വസ്തരായിരിക്കാം. ദൈവവചനങ്ങളാൽ നമ്മളെ